ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കർക്കിടകം ഒന്നല്ലേ, താഴെ അമ്മ രാമായണം വായിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മാറ്റി നിൽക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമുണ്ട് നിലമ്പൂർ, അവിടെ പോകാനാണ്. അപ്പോൾ കല്ലുട്ടി ഉറങ്ങാണ്, ഏട്ടനെന്താ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി കല്ലുട്ടീനെ എണീപ്പിച്ചിട്ട് മാറ്റിക്കണം. പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാട്ടോ പോകുന്നത്, അത് നമ്മുടെ വലിയച്ഛൻ്റെ മോൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 4:30 മണിക്ക് എണീറ്റുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മഴ ചെറുതായിട്ട് ചാറുന്നുള്ളായിരുന്നു. പിന്നെ ഒരു 5:30 ആയപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. ഏകദേശം ഒരു 5 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നല്ലൊരു മഴ പെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാറ്റലും എൻ്റെ കുളിക്കലൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാവധാനം കല്ലുമ്മോള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം ആളൊന്ന് എണീപ്പിക്കാൻ വേണ്ടി ആളുടെ അടുത്തേക്ക് പോയി. ആളൊന്നാമത് നല്ല ലേറ്റായിട്ട് ഉറങ്ങുക രാത്രി. കാരണം ഏട്ടൻ വന്നേ പിന്നെ എന്നും ഉറങ്ങുന്നതിനേക്കാളും നല്ല ലേറ്റായിട്ട് ഉറങ്ങാറ്. പിന്നെ ഏകദേശം ഒരു 10-10:30 മണിക്ക് രാവിലെ എണീക്കുള്ളൂ. ആ ആളെയാണ് ഞാനിപ്പോൾ 5:30 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും കരയുന്നുള്ള പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കരഞ്ഞ് അലമ്പാക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ നൈസായിട്ട് ഓരോന്ന് പറഞ്ഞ് ആളെ ഞാൻ ഇങ്ങനെ വിളിച്ചുണർത്തായിരുന്നു. ഞാൻ ചേച്ചി ഇപ്പോൾ വരും, പോണ്ടേ. ഇതൊക്കെ അമ്മനെ നോക്ക്, അമ്മ മാറ്റി. അമ്മനെ നോക്ക്, അമ്മനെ വീട്ടിൽ കൊതു കച്ചിന്നടാ. തെന്നെ ഇവര് കച്ചത് അമ്മച്ചി കാച്ചന്നാ. അമ്മനെ നോക്കടാ. എന്നാ ആ ഇറങ്ങിക്കട്ടെ, ഞാൻ പോവാണേ. ഈ അച്ഛമ്മനിട്ട് നിന്നാ മേട്ടാ. ഓക്കെ. ഏത് ഉടുപ്പാണ് വേണ്ടത്? പുതിയ ഉടുപ്പ് വേണോ? എന്നാ നീക്കി, നമ്മൾ സ്വത്ത് നീക്കി വാ. ജാൻ ചേച്ചി ഇപ്പോൾ വരും കാറിൽ. രാജു വലിച്ചനും ജാൻ ചേച്ചി സുധിവയ്യമ്മ ഇപ്പോൾ വരും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ ആളെ എങ്ങനെയൊക്കെയോ ഞാൻ എണീപ്പിച്ചു വിട്ടാ. ആള് കരയുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കരഞ്ഞില്ല. നൈസായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആളുടെ മൈൻഡ് എങ്ങനെ മാറ്റി. പിന്നെ ഇങ്ങനെ ചിണുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കായാലും രാവിലെ എണീക്കുക അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നേരത്തെ എണീക്കുക ഭയങ്കര ദേഷ്യമാണല്ലോ. എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചക്കരമുത്തേ കല്ലു ചുറ്റി ചക്കയുടെ മുത്തി കല്ല് ചുറ്റി. പിന്നെ അങ്ങോട്ട് അവളുടെ പല്ലേപ്പും കുളിയും മാറ്റലൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പിന്നെ ഏട്ടൻ്റെ വിളിയും വന്നിട്ടുണ്ടായിരുന്നു എവിടെയെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മാറ്റി കുളിച്ച് ഇറങ്ങി. അപ്പോഴേക്കും പിന്നെ അമ്മയുടെ രാമായണ വായനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ നല്ലോണം അങ്ങോട്ട് തോർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ലൊരു എന്താ പറയുക, തണുപ്പാണ്. പിന്നെ നല്ല പുലർച്ചെ നേരമല്ലേ, അപ്പോൾ നന്നായിട്ട് തണുക്കുന്നുണ്ട്. പിന്നെ മഴ തോർന്ന നേരമാണ്. അങ്ങനെ നമ്മൾ കുളിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ തണുത്ത് വിറയ്ക്കുക കേട്ടോ. പാവാണ്ട് കല്ലുട്ടിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടത്. ഇവിടുന്ന് വല്യച്ഛൻ്റെ വീട്ടിലേക്ക് അധിക ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ വല്യച്ഛൻ്റെ വീടാണ്. അപ്പോൾ നല്ലൊരു മഴ തോർന്നെങ്കിലും അടുത്തൊരു നല്ല മഴയ്ക്കുള്ള കാറ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പോയി. കല്ല് ലിപ്സ്റ്റിക് കിട്ടാ. സൂപ്പർ. അങ്ങനെ ഞങ്ങളിതാ വല്യച്ഛൻ്റെ വീട്ടിലെത്തി. പിന്നെ വല്യച്ഛൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കല്ലുട്ടിക്ക് വേറെ ആരും വേണ്ട, അവളുടെ ജാനു ചേച്ചിനെ മതി. ഏട്ടൻ്റെ മോളാണ് കേട്ടോ ജാനു മോള്. അങ്ങനെ ഇതാ വല്യച്ഛൻ, വല്യമ്മ, ഏട്ടൻ, ചേച്ചി, ഞാൻ, സുഖേഷേട്ടൻ, മക്കൾ ഇവരാട്ടോ പോയത്. ഞങ്ങൾ ഇറങ്ങുന്ന നേരത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മുടെ അമ്പലം വരുന്ന നിലമ്പൂരാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ കിടന്ന് നമ്മളൊക്കെ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. മക്കളൊക്കെ ഉറങ്ങി, കല്ലുട്ടിയും ജാനുമോളൊക്കെ ഉറങ്ങി. ഞാൻ ചേച്ചിയുടെ തോളിൽ തല വെച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങിയത്. ഞാനും ഉറങ്ങി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഏകദേശം ഒരു 8-8:45 ആയപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഉത്സവത്തിന് വന്നാൽ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കർക്കിടകം ഒന്നല്ലേ, നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് വന്നത്. ഈ ഒരു അമ്പലം നമ്മൾ ഇപ്പോൾ അടുത്താണ് അറിഞ്ഞത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നമ്മൾ ഉത്സവത്തിനും അതേപോലെ വൃശ്ചിക മാസത്തിലൊക്കെ നമ്മൾ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ ചെയ്തു, തൊഴുതു. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ എല്ലാവരും കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയി. പിന്നെ നമ്മൾ ഏകദേശം ഒരു 11-11:30 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇതാ യാത്രയൊക്കെ പറഞ്ഞു, അവരോടൊക്കെ യാത്ര പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് വേഗം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ.
അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്കല്ലായിരുന്നു, മാളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും മാളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാജുട്ടൻ നേരെ മാളിലേക്ക് വിട്ടു. അപ്പോൾ നമ്മുടെ ചെമ്മാട് പുതിയ ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആയതാണ് ഇട്ടത്. അപ്പോൾ കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട്, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കല്ലുട്ടീനും ജാനുട്ടീനും നേരെ എന്ത് ചെയ്തു, പ്ലേ സെക്ഷനിലേക്ക് ആക്കി കൊടുത്തു. ഏകദേശം ഒരു അരമണിക്കൂറോളം ഓരവിടെ കളിച്ചു കേട്ടോ. പിന്നെ കല്ലുമോളെ പ്ലേ സെക്ഷനിലാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അവൾ ആകെ അലമ്പാക്കും. കാരണം അവൾ തിരിച്ചവിടെ നിന്ന് വരാൻ കൂട്ടാക്കില്ല, കരഞ്ഞ് അലമ്പാക്കും. എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം, ഇനിയും കളിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആൾ പിന്നെ എല്ലാ റൈഡിലും ഓടിച്ചാടി കയറി കളിച്ചോളും. പിന്നെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണി 1:30 ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വരില്ലേ. രാവിലെ ഏകദേശം ഒരു 10 മണി ടൈമിൽ ചായ കുടിച്ചതും പിന്നെ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കല്ലുമോളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് താഴത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ പിന്നെ ബിരിയാണി കേട്ടോ കഴിച്ചത്. വല്യച്ഛൻ്റെ വല്യമ്മ പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് സദ്യയാണ് കഴിച്ചത്. നമുക്ക് പിന്നെ എവിടെ പോയാലും ബിരിയാണിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ബിരിയാണി കഴിച്ചു. പിന്നെ മക്കൾക്ക് ബിരിയാണി കൊടുത്തു. പിന്നെ പുഴയുടെ വക്കത്താട്ടോ ഈ ഒരു മാളുള്ളത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മാൾ വന്നപ്പോൾ രസമായി, കാരണം നമുക്കിനി എപ്പോഴും വന്ന് പോവാമല്ലോ. അങ്ങനെ അതാ ഏകദേശം ഒരു 2 മണി 2:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. രാവിലെ 5:30 മണിക്ക് ഇറങ്ങിയതല്ലേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം ഇങ്ങനെയൊക്കെയുണ്ട് തീർന്നു കേട്ടോ. കർക്കിടക മാസം അടിപൊളിയായി എന്തായാലും തുടക്കം തന്നെ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോസിൽ കാണാം കേട്ടോ.